വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മളുടെ സെഷന്റെ 10 ഡേയ്സിൽ ഇന്ന് ഡേ 1 ആണ്. ഡേ 1 സെറ്റ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ തിയറി പാർട്ട് ഞാൻ ഓൾറെഡി നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പൊ അത് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്നും പോയി കണ്ടതിന് ശേഷം ഇവിടെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വരാം കേട്ടോ. അപ്പൊ അവിടെ കുറെ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ആ ഇക്വേഷൻസ് ഒക്കെ എഴുതിയെടുക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് if A is equal to 3, 4, പിന്നെ 5, 6, 7, 9, 7, 8 and 10 ഇങ്ങനെയല്ല കൊടുത്തേക്കണേ. ഇതിലത്തെ നമ്പർ ഓഫ് എലിമെന്റ്സ് ആണ് നമ്മളോട് ചോദിച്ചേക്കണേ. അപ്പൊ നോക്കിയേ, ഓരോരുത്തരും സെപ്പറേറ്റ് ഇങ്ങനെ എണ്ണുമ്പോ 5 ഒരാള്, 6 ഒരാള്, 7 ഒരാള് അങ്ങനെയല്ല എണ്ണേണ്ടത് കേട്ടാ. അതായത് 3, 4, then 5, 6, 7 എന്ന് പറയുന്ന ആള് 7 എന്ന് പറയുന്ന ആള് ഒരാളായിട്ട് ട്രീറ്റ് ചെയ്യാം. അതേപോലെ അടുത്തത് 9, 7, 8 എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അടുത്തത് 10 എന്ന് പറയുന്നത് വേറൊരെണ്ണം. അങ്ങനെ ടോട്ടൽ നമുക്ക് എത്ര എണ്ണം കിട്ടി? 5 എണ്ണമായി ട്ടോ. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് 5 ആണ്. അടുത്തത് a set A contains 4 elements and another set B. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n of A എന്ന് പറഞ്ഞ സെറ്റിനകത്ത് 4 ആൾക്കാരുണ്ട്. B എന്ന് പറഞ്ഞ സെറ്റിനകത്ത് എത്ര ആൾക്കാരുണ്ട്? 10 ആൾക്കാരുണ്ട്. നമുക്ക് വേണ്ടത് മിനിമം നമ്പർ ഓഫ് A യൂണിയൻ B ആ. എങ്കിൽ ഇക്വേഷൻ എന്താ? n of A യൂണിയൻ B is equal to n of A plus n of B minus n of A intersection B അല്ലെ? അപ്പൊ നമുക്ക് n of A യൂണിയൻ B ന്റെ മിനിമം നമ്പർ അല്ലേ വേണ്ടത്? അതിൽ n of A 4 ആണെന്നും n of B 10 ആണെന്നും നമുക്കറിയാം. ഇവിടത്തെ മിനിമം വേണം അല്ലെ? ഇവിടത്തെ മിനിമം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഏറ്റവും കുറവ് അല്ലെ? അവിടെ ഉണ്ടാകാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ. എങ്കിൽ നമ്മൾ ഇവിടെ മൈനസ് ചെയ്ത് കളയേണ്ടത് മാക്സിമം വാല്യൂ അല്ലേ? ആലോചിച്ച് നോക്കിയേ. അതായത് നമുക്ക് വേണ്ടത് A യൂണിയൻ B യുടെ മിനിമം ആണ്. എങ്കിൽ നമുക്ക് അറിയാത്തൊരു വാല്യൂ ഇന്റർസെക്ഷൻ മാത്രമാണ്. അതിന്റെ മാക്സിമം മൈനസ് ചെയ്താലല്ലേ A യൂണിയൻ B മിനിമം ആവാ. ഇനി എന്താണ് മാക്സിമം എന്ന് ആലോചിക്കാം. ഒരു സെറ്റിനകത്ത് 4 എലമെന്റ് ഉണ്ട്, മറ്റൊരു സെറ്റിനകത്ത് 10 എലമെന്റ് ഉണ്ട്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? കോമൺ ആയിട്ടുള്ളത് അല്ലെ? ഒരാളുടെ കയ്യിൽ 4 എണ്ണം മറ്റേയാളുടെ കയ്യിൽ 10 എണ്ണം ആണെങ്കിൽ ഇവർക്ക് ഒരുപോലെ ഉണ്ടാകാവുന്ന എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 4 അല്ലേ ഉള്ളൂ. കറക്റ്റ് അല്ലേ? എങ്കിൽ മാക്സിമം ഇന്റർസെക്ഷൻ ഉണ്ടാകുന്ന മാക്സിമം എന്ന് പറയുന്നത് എത്രയാ? 4 ആണ് അല്ലെ? അപ്പൊ ജസ്റ്റ് ആഡ് ചെയ്യൂ. 4 + 10 - 4 10 ആൻസർ ആയില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മിനിമം ഓഫ് A യൂണിയൻ B എന്ന് പറഞ്ഞാൽ അത് എത്ര നമുക്ക് കിട്ടി? 10 എന്ന് കിട്ടി. സോ ഓപ്ഷൻ ബി ആൻസർ ആയി. അടുത്തത് മൂന്നാമത്തെ, if a function f is defined from q to q by ഒരു f of x equal to something കൊടുത്തിട്ടുണ്ട് അല്ലെ? എന്ന് പറഞ്ഞാൽ f of x is equal to 16x² plus 12x minus 4 നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? f of k0 എന്ന് പറഞ്ഞേക്കാം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മള് x ന് പകരം k ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ 0 ആണ്. എങ്കിൽ 16k² plus 12k minus 4 എന്ന് പറയുന്നത് 0. ഇതല്ലേ ഇതിന്റെ അർത്ഥം? k ഇട്ടു, x ന് പകരം 0 k ഇട്ട് കൊടുത്താൽ ഉത്തരം 0 ആണ്. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ? സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? k ന്റെ വാല്യൂ കിട്ടും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം? നമ്മളുടെ ax² plus bx plus c equal to 0 ആയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സൊല്യൂഷൻ ആയ x equal to എന്താ? -b plus or minus root of b² minus 4ac by 2a അല്ലേ? അതങ്ങോട്ട് സോൾവ് ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താം. അപ്പൊ അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ചെയ്ത് നോക്കാം. മനസ്സിലായേ? കറക്റ്റ് ആവുന്നുണ്ടോന്ന്. അതായത് കെക്ക് പകരം ആദ്യം 1/4 ഇട്ട് കൊടുക്കുക, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോന്ന് നോക്കുക. -1 ഇട്ട് കൊടുക്കുക, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോന്ന് നോക്കുക. സാറ്റിസ്ഫൈ എന്ന് ഉദ്ദേശിക്കുന്നത് കെന്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഉത്തരം 0 കിട്ടുന്നുണ്ടോ? അത്രേ ഉള്ളൂ സാറ്റിസ്ഫാക്ഷൻ. അപ്പം നമുക്ക് എന്താ അത് വേണമെങ്കിൽ അതൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതൊരു മെത്തേഡാണ്. ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് ഇതിൽ നിന്ന് 4 ഒന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 4k² plus 3k minus 1 is equal to 0 എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 into നമുക്ക് എന്തെന്ന് എഴുതാം അതിനെ? 4k minus 1 എന്നും അതേപോലെ k plus 1 എന്നും നമുക്ക് എഴുതാം equal to 0. രണ്ട് സൊല്യൂഷൻ ആയിരിക്കുക. k equal to +1/4 ഉം അതേപോലെ k equal to -1 ഉം സൊല്യൂഷൻ ആണ്. അപ്പൊ രണ്ടെണ്ണം ഉണ്ട് അല്ലെ? 1/4 ഉണ്ട്, -1 ഉണ്ട്. അപ്പൊ ഓപ്ഷൻ ഡി അല്ലേ നോക്കിയേ, A or B എന്ന് പറയുന്നത്. Question: if the number of proper subset of a set
E is 63. അപ്പൊ നമ്മള് സബ്സെറ്റുകളുടെ എണ്ണം നമ്മൾ പഠിച്ചു. A എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിനകത്ത് n ആൾക്കാരുണ്ടെങ്കിൽ അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 power n ആയിരുന്നു അല്ലെ. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു 2 power n മൈനസ് 1 ആയിരുന്നു. ആ 1 എന്ന് പറയുന്നത് ഏതാ, നമ്മൾ ഫുൾ സെറ്റ് ഉണ്ടായില്ലേ സബ്സെറ്റ് എഴുതുമ്പോൾ, അത് മൈനസ് ചെയ്ത് കളതായിരുന്നു കേട്ടോ. ഇവിടെ പ്രോപ്പർ സബ്സെറ്റ് 63 തന്നേക്കാം എന്ന് പറഞ്ഞാൽ എന്താ, 2 power n മൈനസ് 1 എന്ന് പറഞ്ഞത് 63 ആയിരുന്നു. സോൾവ് ചെയ്തെടുത്താൽ മതി. ഇനി എന്ന് പറഞ്ഞാൽ 2 power n എന്ന് പറയുന്നത് 64 അല്ലേ. 64നെ നമുക്ക് എങ്ങനെ 2ന്റെ പവർ ആക്കി എഴുതാൻ പറ്റും? ഫാക്ടറൈസ് ചെയ്താൽ മതി. 64 ഇങ്ങനെ 2 നമ്മളിങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. അപ്പൊ നമുക്ക് 2 റൈസ് ടു 6 കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കിയേ. 2 power n ഈക്വൽ ടു 2 power 6 ആണെങ്കിൽ n ഈക്വൽ ടു എത്രയാണ്? n ഈക്വൽ ടു 6 ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഇനി അടുത്തത് അഞ്ചാമത്തെ എന്താ പറഞ്ഞേക്കണേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യനില് ഇഫ് എ ആൻഡ് ബി ഹാവ് 4 കോമൺ എലമെന്റ്സ്, എക്കും ബിക്കും കൂടി എന്തുണ്ട്? 4 എലമെന്റ്സ് കോമൺ ഉണ്ട് കേട്ടോ. ദെൻ n ഓഫ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ ബി ക്രോസ് എ. അപ്പൊ എ ക്രോസ് ബി നമ്മൾ എഴുതി ഉണ്ടാക്കി, അതേപോലെ ബി ക്രോസ് എ നമ്മൾ എഴുതി ഉണ്ടാക്കി. അവരുടെ ഇന്റർസെക്ഷനിൽ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചേക്കണം. ഓക്കെ, അപ്പൊ കോമൺ ഓർഡേഡ് പേര് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റത്തെ സെയിം ആവാനുള്ള ചാൻസ് എന്താ നമുക്ക് നോക്കാം. അതായത് കോമൺ ഓർഡേഡ് പെയർ, അതായത് എ ക്രോസ് ബിക്കകത്തും അതേപോലെ ബി ക്രോസ് എയും നമ്മൾ എഴുതാന്ന് ചോദിക്കാം. ഇതിനകത്ത് ക്യാൻ ഹാവ് ഫസ്റ്റ് എലമെന്റ് കോമൺ എത്ര ബേസിലാണ്? ക്യാൻ ഹാവ് ഫസ്റ്റ് എലമെന്റ് കേട്ടോ. ഫസ്റ്റ് എലമെന്റ് എന്താണ്? കോമൺ ഇൻ എത്ര വേസ് ആണ്? കോമൺ ഇൻ 4 ways അല്ലെ. കാരണം എന്താ, നമുക്ക് രണ്ടിലും കോമൺ ആയിട്ട് 4 എലമെന്റ് എന്നല്ലേ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എലമെന്റിന് കോമൺ ആവാനുള്ള ചാൻസ് എത്രയാ? 4 അല്ലേ. ഇനി സെക്കൻഡ് എലമെന്റ് കോമൺ ആവാനുള്ള ചാൻസ് എത്രയാ? അതേ കൺസെപ്റ്റ് തന്നെ. സെക്കൻഡ് എലമെന്റ് കോമൺ ആവാനുള്ള ചാൻസ് 4 ways തന്നെയല്ലേ ഉള്ളേ. ശരിയല്ലേ? ഇനി അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് തന്നിട്ടുള്ളത് എന്താ? എ ഇന്റർസെക്ഷൻ ബി, രണ്ടുപേർക്ക് കോമൺ ആയിട്ട് എത്ര പേരുണ്ട്? 4 പേരല്ലേ ഉള്ളത്. എങ്കിൽ n ഓഫ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ ബി ക്രോസ് എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? നമ്മളുടെ കോമൺ ആയിട്ടുള്ളത് 4 ഇൻറ്റു 4 എത്ര കിട്ടി? 16 കിട്ടി. സോ ദ ആൻസർ ഈസ് 16. അത് 6th പ്രോബ്ലം ആണ്. എ സെറ്റ് A is the set of all even natural numbers. അപ്പൊ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരൊക്കെയുണ്ട്? ഈവൺ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ. ഈവൺ ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ ആരൊക്കെയാ? 2, 4, 6, 8. അതെന്ന് പറയുന്നത് 10നേക്കാളും ചെറുതാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 10 അതിൽ പെടില്ല. നെക്സ്റ്റ് B is a set of all prime numbers less than 10. എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണല്ലേ. പ്രൈം നമ്പർ എന്ന് വെച്ചാൽ അർത്ഥം 1ഉം ആ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്. ഇപ്പൊ 11 എടുക്കാന്ന് വിചാരിക്കാം. 1 into 11 മാത്രമല്ലേ 11 ഉള്ളൂ. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈം നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ 2, 3, 5, 7. ഓക്കെ അല്ലേ. ഇനി ഇവർക്ക് വേണ്ടത് എന്താണെന്നറിയോ? നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻ ഫ്രം എ ടു ബി ആ. നമുക്കൊരു കാര്യം അറിയാം, എന്ത് റിലേഷൻ എടുത്താലും അത് ആരുടെ സബ്സെറ്റ് ആണെന്ന് നമുക്കറിയാം. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണെന്ന് അറിയാം അല്ലെ. ഇനി എ ക്രോസ് ബിയിൽ എത്ര ആൾക്കാരുണ്ട്? n ഓഫ് എ ക്രോസ് ബി എത്ര ആൾക്കാരുണ്ട്? 4 into 4 16 ആൾക്കാരുണ്ട് അല്ലെ. സബ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അതായത് ഈ എ എന്ന് പറയുന്നതിനകത്ത് n ആൾക്കാരുണ്ടെങ്കിൽ എന്റെ സബ്സെറ്റുകളുടെ എണ്ണം എന്താ? 2 power n അല്ലേ. അപ്പൊ ഇവിടെ നോക്കിയേ, എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് റിലേഷൻ എന്ന് പറയുന്നത്. എ ക്രോസ് ബിക്കകത്ത് 16 ആൾക്കാരുണ്ട് എങ്കിൽ റിലേഷൻ എത്ര എണ്ണ? 2 power 16. സോ അതിന്റെ ആൻസർ ആയി 2 power 16. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് 7th question. If two sets A and B contain 20 elements എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറഞ്ഞ സെറ്റിനകത്തും B എന്ന് പറഞ്ഞ സെറ്റിനകത്തും എത്ര എലമെന്റ്സ് ആ ഉള്ളത്? 20 എലമെന്റ്സ് അല്ലെ. അങ്ങനെയാണെങ്കിൽ the number of bijection possible bijection from A to B, possible bijection കണ്ടുപിടിക്കാനല്ലേ. അതായത് നമ്മൾ എയിൽ നിന്ന് എയിലേക്കാന്ന് വിചാരിക്കുക. അതായത് സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ പോസിബിൾ ബൈജക്ഷൻ എന്ന് പറയുന്നത് 20 ഫാക്ടോറിയൽ ആണ്. സെയിം എലമെന്റ്സ് അല്ലേ ഇവിടെ തന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എന്ത് വന്നേക്കുന്നത്? 20 ഫാക്ടോറിയൽ. ഓക്കെ, മറക്കണ്ട കേട്ടോ അത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 8ാമത്തെ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 10 - x
പി എക്സ് മൈനസ് ടു തന്നിട്ടുണ്ട് അല്ലെ. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷനാ പറഞ്ഞേക്കണല്ലേ. അപ്പൊ ഞാൻ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റേഞ്ച് ഉണ്ടോയെന്ന് പറയാം. അതായത് നമ്മളിപ്പം ഒരു ഫംഗ്ഷൻ എക്സിൽ നിന്ന് ഓൾറെഡി ആ ഡെഫിനിഷനിൽ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എക്സിൽ നിന്ന് വൈയിലേക്ക് മാപ്പിംഗ് ആണെന്ന് വിചാരിക്കുക. അതിൽ എക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡൊമൈൻ എന്ന് പറയുന്നത്. എക്സിൽ ആർക്കൊക്കെ മാപ്പിംഗ്, അതായത് എക്സിൽ നിന്ന് വൈനകത്തേക്ക് മാപ്പിംഗ് ഉണ്ടാവുമല്ലോ. വൈയിലുള്ള എല്ലാവർക്കും മാപ്പിംഗ് ഉണ്ടാവണം നിർബന്ധം ഉണ്ടോ? ഇല്ല. അപ്പൊ മാപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല അപ്പുറത്തോട്ട്. അവിടെ ആ y വാല്യൂസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും കൂടി ഞാൻ പറയാം, വേറൊരു അർത്ഥം കൂടി പറഞ്ഞുതരാം ഇതിന്റെ. നമുക്ക് ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു ഡൊമൈൻ എന്നും, അത് ഇട്ട് കൊടുത്തു കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ എന്തെന്ന് പറയുന്നു റേഞ്ച് എന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം 1/x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുക്കാം. 1/x എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ 0 ആകാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. എങ്കിൽ ഡൊമൈൻ എന്ന് പറയുന്നതില് റിയൽ നമ്പറിൽ നിന്ന് നമ്മൾ ആ 0നെ എടുത്ത് മൈനസ് ചെയ്ത് കളയണം. എന്നാലേ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട്. അതായത് ഡിനോമിനേറ്റർ ഒരിക്കലും ഇപ്പൊ ഞാൻ 1/f(x) കൊടുക്കുകയാണെങ്കിൽ ആ f(x) ഒരിക്കലും 0 ആകാൻ പാടില്ല ഡൊമൈൻ കണ്ടുപിടിക്കുമ്പോൾ. അപ്പൊ ഈ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഡൊമൈൻ കണ്ടുപിടിക്കാനായിട്ട് കേട്ടാ. അതേപോലെ റൂട്ടിന്റെ ഉള്ളിൽ f(x) വന്നതെന്ന് വിചാരിക്കാം. നമ്മൾക്ക് റൂട്ടിന്റെ ഉള്ളിൽ f(x) എന്ന് പറഞ്ഞാൽ ആ f(x) ഒരിക്കലും നെഗറ്റീവ് ആകാൻ പാടില്ല. ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരാൻ പാടുള്ളൂ. ഇനി അതിന്റെ തന്നെ വേറൊന്നും കൂടി പറഞ്ഞുതരാം. താഴത്തോട്ട് ഇപ്പൊ നമുക്ക് ഇതൊക്കെ ന്യൂമറേറ്റർ അടുത്ത് വരുമ്പോ ഡിനോമിനേറ്ററിൽ റൂട്ട് വന്നു. അപ്പൊ നെഗറ്റീവ് ആവാനും പാടില്ല 0 ആവാനും പാടില്ല അല്ലെ. എന്ന് പറഞ്ഞാൽ f(x) ഗ്രേറ്റർ ദാൻ 0 ആവാൻ പാടുള്ളൂ. നോക്കിയേ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ ഡിനോമിനേറ്റർ 1 അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ 0 ആയാലും കുഴപ്പമില്ല. ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. രണ്ടും വ്യത്യാസം കേട്ടാ ചെയ്യുമ്പോ. അപ്പൊ ഇതാണ് നമുക്ക് എന്തെന്ന് വേണ്ടത് ഒരു ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടാ. ഈ ക്വസ്റ്റ്യൻ എടുക്കാന്ന് വിചാരിക്കാം. ഇതൊരു സം NP(r) പോലെയല്ല കിടക്കണേ. ഇത് നമുക്ക് എന്തുണ്ട്? n-ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ n-ന്റെ അവിടെ നമ്മൾ 0 ആവാൻ പാടില്ലല്ലോ. n-ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. r-ന്റെ വാല്യൂ നമ്മൾ NP0 ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. അതിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് r-ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആകണം. പിന്നെ n ആണോ r ആണോ വലുതാവേണ്ടത്? n ആണ് അല്ലെ. ദാറ്റ് മീൻസ് n-ന്റെ വാല്യൂ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു r ആയിരിക്കണം. ഈ 3 കണ്ടീഷനാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോണേ. അപ്പൊ ഇവിടെ 10 - x എന്ന് പറയുന്ന സാധനം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അവിടെ നമുക്ക് എന്ത് കിട്ടി? x-ന്റെ വാല്യൂ ലെസ് ദാൻ 10 എന്ന് കിട്ടിയില്ലേ. അതേപോലെ x - 2ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ x-ന്റെ വാല്യൂ നമുക്ക് എന്തുണ്ട്? x ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പൊ 2 കാര്യങ്ങൾ കിട്ടി അല്ലെ. ഇനി ഒരു കണ്ടീഷൻ കൂടി ഇല്ല. നമുക്ക് n-ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു r ആവണം. ഇവിടെ n-ന് പകരം ആരാ കിടക്കണേ? 10 - x അല്ലെ. അതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x - 2. നമ്പറിനൊക്കെ ഒരു സൈഡിലേക്ക് എടുക്കുക. എക്സിനൊക്കെ ഒരു സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x-ന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് 3 കണ്ടീഷൻസ് കിട്ടിയില്ലേ. ഈ 3 കണ്ടീഷൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കുക. അപ്പൊ ഇതൊന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന x-ന്റെ നമ്പേഴ്സ് ഏതൊക്കെയാ? ദെൻ x ഈസ് ആരൊക്കെയാ? 2 പെട്ടു അല്ലെ. 2 തൊട്ട് അപ്പൊ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. 6 വരുമോ? 6 വരും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. 6 വരെ ഉള്ളൂ അല്ലെ. അത് കഴിഞ്ഞ് വേണ്ട. അപ്പൊ നമുക്ക് ഇത്രയല്ലേ നമ്മളുടെ ചാൻസ് എന്ന് പറയുന്നത് x-ന്റെ വാല്യൂസ്. നമുക്ക് വേണ്ടത് റേഞ്ച് അല്ലെ. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? y വാല്യൂ അല്ലെ. y വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരങ്ങള് നമുക്ക് x-ന്റെ ഡൊമൈനാണ് നമ്മളിപ്പോ ഈ കണ്ടുപിടിച്ചേക്കണേ. നമ്മൾ ഇതിന്റെ കണ്ടുപിടിക്കില്ല f(x). ആ f(x)കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ x-കൾക്ക് ഇത്ര ചാൻസ് ഉള്ളൂ അല്ലെ. അത് ഇട്ട് കൊടുക്കുക. അവിടെ ആദ്യം x-ന് പകരം 2 ഇട്ട് കൊടുക്കുക, പിന്നെ x-ന് പകരം 3 ഇട്ട് കൊടുക്കുക, പിന്നെ x-ന് പകരം 4, പിന്നെ 5, പിന്നെ 6 അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത് എന്തൊക്കെ വരും? ആദ്യം നമ്മൾ 2 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടാൻ പോണത്? 10-ന്ന് 2 പോയി കഴിഞ്ഞാൽ 8 അല്ലെ. 8p. അതേപോലെ തന്നെ താഴത്തും 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0 കിട്ടി. അതേപോലെ 7p1 കിട്ടും, 6p2 കിട്ടും, പിന്നെ 5p3 കിട്ടി, പിന്നെ 4p4 എടുക്കാം. ഇതിന്റെ വാല്യൂസ് ഒക്കെ ജസ്റ്റ് സോൾവ് ചെയ്തെടുത്താൽ മതി. അതിന്റെ വാല്യൂസ് നമുക്ക് എന്താ കിട്ടാൻ പോണേ? 8p0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണ്. 7p1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7, പിന്നെ 30, പിന്നെ 60, പിന്നെ 24. അപ്പൊ ഈ ഇത്രയും വാല്യൂസ് ഉള്ളത് ഏത് ഓപ്ഷനിലാ? ഓപ്ഷൻ എ. അപ്പൊ നമുക്ക് അതും കിട്ടിയില്ലേ. ഓക്കെ അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുക കേട്ടാ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഡൊമൈൻ അല്ല ചോദിച്ചേക്കണേ. ഞാൻ എന്താ പറഞ്ഞിട്ടുള്ള? ഡിനോമിനേറ്ററിൽ റൂട്ട് വന്നു കഴിഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് 1/(x
റൂട്ട് 81 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ, ഡിനോമിനേറ്ററിലെ റൂട്ട് ആണെങ്കിൽ എന്താ പറഞ്ഞത് 81 മൈനസ് എക്സ് സ്ക്വയറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ലെസ് ദാൻ 81 അല്ലേ എന്ന് പറഞ്ഞാൽ നോക്കിയേ ഇതിന്റെ ഇടയിലെ ഈ വാല്യൂ എടുക്കുന്ന ഇവിടെ ലെസ് ദാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പം -9 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9 അല്ലേ വാല്യൂസ് എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലെസ് ദാൻ മാത്രം ഉള്ളത് കൊണ്ട് -9 എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവെൽ ആണ്. ഇനി അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടായിരുന്നെങ്കിൽ ദാറ്റ് മീൻസ് ഇപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിലല്ലേ കിടക്കുന്നത്, ഡിനോമിനേറ്റർ ആയതുകൊണ്ടാണ് നമുക്ക് അവിടെ 0 വരാൻ പാടില്ലാത്ത. ന്യൂമറേറ്റർ ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വന്നേനെ, അവിടെ ഈക്വൽ ടു വന്നേനെ കേട്ടോ, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നേനെ, അങ്ങനെ അത് ക്ലോസ്ഡ് ഇന്റർവെൽ ആയിരുന്നു കേട്ടോ. വ്യത്യാസം മനസ്സിലായില്ലേ, ഓപ്പൺ എന്തായി എന്നുള്ളത്. അപ്പൊ നമുക്ക് ഓപ്പൺ ഇന്റർവെൽ -9 ആണ് നമ്മുടെ അതിന്റെ ആൻസർ വരുന്നത്. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ ഡൊമൈൻ തന്നെയാണ് അടുത്തത് ചോദിച്ചേക്കണേ അല്ലെ. റൂട്ടിന്റെ ഉള്ളിലല്ലേ കിടക്കുന്നത്, റൂട്ടിന്റെ ഉള്ളിലാണെങ്കിൽ എന്താവാൻ പാടില്ല, നെഗറ്റീവ് ആവാൻ പാടില്ല. അത്ര തന്നെ അതേ സെയിം ഐറ്റം തന്നെ കേട്ടാ. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്തുണ്ട്, റൂട്ടിന്റെ ഉള്ളില് ലോഗ് എക്സ് വിത്ത് ബേസ് 10 അല്ല തന്നേക്കണേ. റൂട്ടിന്റെ ഉള്ളിലത്തെ ഈ ലോഗ് എക്സ് വിത്ത് ബേസ് 10 എന്ന് പറയുന്ന സാധനം എന്താവാൻ പാടില്ല, 0 നെഗറ്റീവ് ആവാനായിട്ട് പാടില്ല അല്ലെ. നെഗറ്റീവ് ആവാനായിട്ട് പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ലോഗ് വിത്ത് ബേസ് 10 അല്ലേ, 10 പവർ എടുക്കുക രണ്ട് സൈഡിലും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 10 പവർ ലോഗ്. നമ്മൾ ഈ റൈസ്റ്റുന്റെ ഒരു കൺസെപ്റ്റ് വിചാരിച്ചാൽ മതി, ഇക്ക് പകരം 10 എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 പവർ 0. ആ 10ഉം ലോഗും ക്യാൻസൽ ആയി പോയിട്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അവിടെ നോക്കിയ 10 പവർ 0 1 അല്ലേ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1ഉം 1നേക്കാൾ അധികം. അപ്പൊ 1 അവിടെ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് അവിടെ ക്ലോസ്ഡ്, ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത് കൊണ്ട് ഇങ്ങനെ. അപ്പൊ ലെഫ്റ്റ് ക്ലോസ്ഡ് ആയിട്ട് റൈറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഇന്റർവെൽ ആണ് നമ്മുടെ അതിന്റെ ആൻസർ. ഓക്കെ അല്ലേ. നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 3 ഉണ്ട് ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഉണ്ട് അല്ലെ. കണ്ടുപിടിക്കേണ്ടത് എന്താ, ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എന്ന് പറഞ്ഞാൽ അതെന്താ, ജി ഓഫ് എഫ് ഓഫ് എക്സ് അല്ലെ. ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്തെന്നാ 2x സ്ക്വയർ പ്ലസ് 3 അല്ലെ. ഇനി ജിന്റെ പരിപാടി എന്താ, ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇവിടെ എന്തെന്നാ കൊടുത്തേക്കണേ, ഇവിടെ എക്സ് ആയപ്പോ ഇവിടെ എക്സിൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ട് ഇൻറ്റു 2 ചെയ്തു. ആ എക്സിന് പകരമാണ് ഇവിടെ എന്ത് കിടക്കുന്നത്, 2x സ്ക്വയർ പ്ലസ് 3 കിടക്കുന്നത്. അപ്പൊ 2x സ്ക്വയർ പ്ലസ് 3യിൽ നിന്ന് 1 മൈനസ് ചെയ്ത് പുറത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 ഇൻറ്റു 2x സ്ക്വയർ പ്ലസ് 2 ചെയ്തു. അപ്പൊ 2 അവിടെ കിടക്കുന്ന ഒരു 2 കൂടി ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ആയി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലെ. അപ്പൊ അതേതാത് ഓപ്ഷൻ ഡി. അപ്പൊ അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, 12th ക്വസ്റ്റ്യൻ. അപ്പം ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ ഡൊമൈൻ കണ്ടുപിടിക്കണം അല്ലെ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്തെന്നാ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂസ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എക്സിന്റെ വാല്യൂസ് ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ 3 റൈസ് ടു പ്ലസ് 3 എന്ന് പറയുന്നത് 3 അല്ലേ. അങ്ങനെയാണെങ്കിൽ 3 എന്ന് പറയുന്നത് 3 മൈനസ് 3 അല്ലേ. നമുക്കൊരു കാര്യം അറിയാം, ഈ റൈസ് ടു എക്സ് പോലെ തന്നെ ഇതിനെ വിചാരിച്ചാൽ മതിട്ടാ, ഇക്ക് പകരം 3 അത്രേ ഉള്ളൂ. 3 അതിന്റെ വാല്യൂസ് ഒക്കെ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ റൈസ് ടു എക്സ് ഒക്കെ ഓൾവേസ് പോസിറ്റീവ് ആണ്. ഇങ്ങനെ കിട്ടിയില്ല നമുക്ക്. എന്ന് പറഞ്ഞാൽ 3 മൈനസ് 3 ഗ്രേറ്റർ ദാൻ 0 എന്നല്ല അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ, 3 ലെസ് ദാൻ 3 എന്നല്ലേ. ഇവിടെ നോക്കിയേ, ഈ റൈസ് ടു എക്സിന് പകരമാണ് 3 സാധാരണ നമ്മൾ അപ്പൊ എന്താ ചെയ്യാ, ലോഗ് എടുക്കും അല്ലെ. ലോഗ് എടുത്ത് ബേസ് 3 എടുക്കാം. രണ്ട് സൈഡിലും എടുത്തേ, ലോഗ് ബേസ് 3യും 3 ലെസ് ദാൻ. സിമിലർലി അപ്പുറത്ത് ലോഗ് ബേസ് 3 അപ്പോ ലോഗും ഈ 3യും ക്യാൻസൽ ആയി പോയിട്ട് എക്സ് കിട്ടി. എക്സ് ലെസ് ദാൻ അപ്പുറത്തെ പവർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടി. എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ് അല്ലെ. 1 വേണ്ട അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ 1 വരെ 1 ഇല്ലാത്തത് കൊണ്ട് അത് ഓപ്പൺ ഇന്റർവെൽ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരുന്നു, മൈനസ് ഇൻഫിനിറ്റി മുതൽ 1 വരെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തത് നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാലോ. എഫ് ഓഫ് എക്സ് നമുക്ക് തന്നേക്കാം. ദെൻ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് ടാൻ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണം അല്ലെ. അപ്പൊ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് ടാൻ സ്ക്വയർ x/2 എന്നല്ല അതിന്റെ അർത്ഥം. ഓക്കെ. അതിൽ എഫിന്റെ പരിപാടി എന്താ, എക്സ് വന്നപ്പോ 1 മൈനസ് എക്സ് ചെയ്യാ, 1 പ്ലസ് എക്സ് ചെയ്യാ. ഇവിടെ എക്സിന് പകരം ആരാ കിടക്കുന്നത്, ടാൻ സ്ക്വയർ അല്ലെ. അപ്പൊ ഏറ്റവും പുറത്തുള്ള എഫ് ഞാൻ അങ്ങനെ തന്നെ എഴുതി. ഉള്ളിൽ കിടക്കുന്ന എഫ് ഓഫ് ഇത്രയും ഭാഗമാണ് നമ്മുടെ എക്സിന് പകരം കിടക്കുന്നത് കേട്ടാ. അപ്പൊ അതെന്ന് പറയുമ്പോ എന്താ, 1 മൈനസ് ടാൻ സ്ക്വയർ x/2
ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2. കറക്റ്റ് അല്ലേ? അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നോക്കി, ഇത് എവിടെയെങ്കിലും എന്തെങ്കിലും ഇക്വേഷൻ എപ്പോഴെങ്കിലും പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? അതായത് നമ്മൾക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോസ് 2 തീറ്റ. ഓക്കെ, ഇവിടെ ഇപ്പൊ ബൈ 2 അല്ല കിടക്കുന്നത്, അതായത് എക്സ് ബൈ 2 അല്ല കിടക്കുന്നത്. അപ്പൊ അതെന്തായി മാറിയും? കോസ് 2 തീറ്റ അല്ല, കോസ് തീറ്റ. അപ്പൊ എഫ് ഓഫ് കോസ് തീറ്റ എന്നായില്ലേ സംഗതി. ഇനി എഫിന്റെ പരിപാടി എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ്. ഇപ്പൊ അവിടെ എക്സിന് പകരം കിടക്കുന്നത് ആരാ? കോസ് തീറ്റ അല്ലെ? എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് തീറ്റ, സോറി എക്സ് ആണ്, 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് ആയില്ലേ? ഇതറിയോ എവിടെയെങ്കിലും കണ്ടുപിടിച്ചേണ്ട ഇക്വേഷൻ? അതായത് നമ്മൾക്ക് കോസ് 2 തീറ്റയ്ക്ക് വേറെ രണ്ട് ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്നും അതേപോലെ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 രണ്ട് ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതിന്ന് ഇവിടെ നിന്നാണ് കേട്ടോ അത്. അപ്പൊ 1 മൈനസ് കോസ് എക്സേ ഉള്ളൂ, എന്നാണ് അവിടെ 2 തീറ്റ ഉണ്ട്, നമുക്ക് അവിടെ എക്സേ ഉള്ളൂ, അത്രയുള്ള വ്യത്യാസം. അപ്പൊ അപ്പുറത്തെ ആംഗിള് ബൈ 2 വരും. അപ്പൊ 1 മൈനസ് എന്ന് പറയുന്നത് അത് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്നും ഡിവൈഡഡ് ബൈ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്നും കിട്ടും. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്താ? ടാൻ സ്ക്വയർ എക്സ് ബൈ 2. അതേതാണ്? ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. 14ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാ, റേഞ്ച് കണ്ടുപിടിക്കാനാ. റേഞ്ച് എന്ന് പറഞ്ഞാൽ ആരുടെ വാല്യൂ? വൈ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ ഇത് ഓൾറെഡി റൂട്ടിന്റെ ഉള്ളിലല്ലേ എടുക്കണേ? റൂട്ട് ലോഗ് എക്സ് സ്ക്വയർ വിത്ത് ബേസ് 10 അല്ലേ എടുക്കുന്നത്. നമുക്കൊരു കാര്യം അറിയാവുന്ന എന്തായിരുന്നു? ഈ പറഞ്ഞ സംഗതിയില് എക്സിന്റെ വാല്യൂ, അതായത് ഡൊമൈൻ ആയിരുന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ലോഗ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് സോൾവ് ചെയ്യായിരുന്നു അല്ലെ? പക്ഷെ ഇവിടെ എന്ത്? റേഞ്ച് കണ്ടുപിടിക്കാനാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഒക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കിട്ടുന്ന ഔട്ട്പുട്ട്, ആ വൈ വാല്യൂ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണേ. നമുക്ക് റൂട്ടിന്റെ ഉള്ളിൽ ഒരിക്കലും നെഗറ്റീവ് വരില്ലോ, സോ ഈ ക്വാണ്ടിറ്റി ഒരിക്കലും നെഗറ്റീവ് ആവില്ലല്ലോ, ഉറപ്പല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ക്വാണ്ടിറ്റി നെഗറ്റീവ് ആവില്ല. അപ്പൊ ആർ പ്ലസ് ആ, എങ്കിൽ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ്. ശരിയല്ലേ? ഇനി എക്സിന്റെ വാല്യൂ നമുക്ക് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗ് 1 0 ആയി പോവില്ലേ? അപ്പൊ നമുക്ക് 0യും കിട്ടുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യും ഉണ്ട്, പോസിറ്റീവ് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് അത് ഏതാ? ആർ പ്ലസ് യൂണിയൻ സെറ്റ് 0. ഓക്കെ അല്ലേ? ഇനി അടുത്തത് 15ാമത്തെ കോസ് ഇൻവേഴ്സ്. കോസ് ഇൻവേഴ്സ് എക്സിന് പകരം കൊടുത്തിരിക്കുന്നത് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 17 എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി വിത്ത് ബേസ് 2 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? ഈ കോസ് ഇൻവേഴ്സ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞ് ആ ബ്രാക്കറ്റിനുള്ളിൽ എടുക്കണം ആ സാധനം ഒരു നമ്പർ ആയിരിക്കില്ലേ? ഈ ബ്രാക്കറ്റിനുള്ളിൽ എടുക്കുന്നത് ഒരു നമ്പർ അല്ലേ എന്തായാലും ഉണ്ടാവുള്ളൂ. ആ നമ്പർ വന്നിട്ട് അത് ആംഗിൾ ആയിരിക്കില്ലല്ലോ കേട്ടാ. അപ്പൊ അത് വന്നിട്ട് നമുക്കൊരു അറിയാം, കോസ് ആയാലും സൈൻ ആയാലും അതിന്റെ മാക്സിമം മിനിമം ഒക്കെ എത്രയാണ് അല്ലെ? ഏതൊക്കെയത്? -1നും +1നും ഇടയിലല്ലേ ഉണ്ടാവുക? എങ്കിൽ ഈ പറഞ്ഞ വാല്യൂ, അതായത് ഞാനിപ്പം ഈ അണ്ടർലൈൻ ചെയ്ത ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാ? -1നും +1ന്റെയും ഇടയിലായിരിക്കും. സോ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 17 വിത്ത് ബേസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ലോഗ് വിത്ത് ബേസ് 2 അല്ലേ? അപ്പൊ ഞാൻ രണ്ട് സൈഡും 2 പവർ എടുക്കുന്നു. അപ്പൊ 2 പവർ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടുത്തെ ലോഗ് പോകൂട്ടാ, എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 17 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പവർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 17 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പൊ നമ്മൾക്ക് രണ്ട് കേസ് കിട്ടിയല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂസ് ആണ് കേട്ടോ. അപ്പൊ എക്സിന്റെ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കണ്ടുപിടിക്കുമ്പോ രണ്ട് സെപ്പറേറ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എന്ന് പറഞ്ഞാൽ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 17 നമ്മൾ എടുത്തില്ലേ? ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇപ്പം 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ നമുക്ക് എടുക്കുന്നത്. അതിനൊന്ന് ജസ്റ്റ് മറ്റേ പെർഫെക്റ്റ് സ്ക്വയർ മെത്തേഡ് ആക്കാം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 8x കൊടുത്തു. 8ന്റെ പകുതി എത്രയാ? 4. 4ന്റെ സ്ക്വയർ ആഡ് ചെയ്യുക, അതേപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യുക, പ്ലസ് 17 ആക്കാം. അപ്പൊ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ
+1 ആയില്ലേ. ഇതിന് എല്ലാ വാല്യൂസിനും പോസിബിൾ ആണ് അല്ലെ. അപ്പൊ ഈ ഐഡിയ പ്രകാരം, അതായത് ഈ ഒരു സൈഡ് പ്രകാരം യാതൊരുവിധ കുഴപ്പമില്ല, എക്സിന് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി അപ്പുറത്തെ സൈഡ് കൂടി ചെയ്ത് നോക്കാം. അപ്പൊ അവിടെ വല്ല കുഴപ്പമുണ്ടോന്ന് അറിയാലോ നമുക്ക്. അപ്പുറത്തെ സൈഡ് എന്ന് പറയുമ്പോ എന്താ വരുന്നത്? x² + 8x + 17 = 2 അല്ലേ. ഇതെന്ന് പറയുന്നത് x² + 8x ഇതും കൂടി എടുക്കാം നമുക്ക് അല്ലെ, <= അല്ലെ. അപ്പൊ +15 is less than or equal to 0 എന്നല്ലേ. അതായത് ഈ വാല്യൂ എപ്പോഴാണോ, അതായത് x² + 8x + 15 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എപ്പോഴാണോ നെഗറ്റീവ് ആകുന്നത് അതൊന്ന് കണ്ടുപിടിക്കാം നമുക്ക് അല്ലെ. ഇത് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി അല്ലേ. ഒന്ന് സോൾവ് ചെയ്ത് ഏത് രണ്ട് നമ്പർ 8ഉം 15 കിട്ടുന്നത് ആഡ് ചെയ്യുമ്പോൾ 8ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15ഉം കിട്ടുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ആരൊക്കെയാ? അപ്പൊ നമുക്ക് അതെന്ന് പറയുന്നത് എക്സ് ആരൊക്കെയാണ്? x+3യും കൊടുക്കാം, അതേപോലെ തന്നെ x15ഉം കൊടുക്കാം അല്ലെ. കറക്റ്റ് അല്ലേ? സോറി 15 അല്ല 5. കറക്റ്റ് അല്ലേ? നോക്കിയേ, 5 3 അതായത് x = -3, x = -5. കാരണം നമുക്ക് -8 കിട്ടണമല്ലോ. ഇവിടെ പോസിറ്റീവ് ഇട്ടാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിഹ്നം എടുക്കണ്ട കേട്ടാ. അപ്പൊ ഇത് രണ്ടാൾക്കാർ കിട്ടി. ഇതിന്റെ വാല്യൂ ക്വാണ്ടിറ്റി <= 0 ആകുന്നത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തേ. ഇവിടെ -5 മാർക്ക് ചെയ്തു, ഇവിടെ -3 മാർക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡില് ഞാനിപ്പം -5നേക്കാളും ചെറിയൊരു ക്വാണ്ടിറ്റി എടുക്ക്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും നെഗറ്റീവ് ആയിരിക്കും. സോ ഇതിന്റെ നെഗറ്റീവ് വരും, ഇതിന്റെ നെഗറ്റീവ് വരും. അപ്പൊ ടോട്ടൽ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആയി. ഇനി -5നും -3ന്റെ ഇടയിൽ ഇപ്പൊ -2 അല്ല -4 ഇട്ട് കൊടുത്തു നോക്ക് അതിനകത്ത്. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? -4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് നമ്മളുടെ ഈ 5ന്റെ ക്വാണ്ടിറ്റി അവിടെ എന്തായി മാറുന്നു? പോസിറ്റീവ് ആവും. 3ന്റെ ക്വാണ്ടിറ്റി എന്തായി മാറും? നെഗറ്റീവ് ആവും. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നമുക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് കിട്ടും. പിന്നെ അതേപോലെ അപ്പുറത്തെ കേസ് എടുക്കുമ്പോൾ രണ്ടുപേരും പോസിറ്റീവാ കിട്ടാൻ പോണേ കേട്ടാ. നമുക്ക് നെഗറ്റീവ് ആകുന്ന റീജിയൺ അല്ലേ വേണ്ടേ? അതേതാ? -5 -3 ഇതല്ലേ നമ്മുടെ ആവശ്യമുള്ളത്. അപ്പൊ നോക്കിയാൽ മറ്റേ രീതിക്ക് ചെയ്തപ്പോ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. പക്ഷെ ഈ രീതിക്ക് ചെയ്തപ്പോ നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലെ. ഏതൊക്കെ മാത്രമേ പറ്റുള്ളൂ? -5 -3. അപ്പൊ നമ്മൾ അതേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ -5 -3 എന്ന് പറയുന്നതാണ് അതിന്റെ എന്തായിട്ട് വരുന്നത്? ഡൊമൈൻ ആയിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ സി. നമുക്കിനി 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ ലോഗ് ഉണ്ടോ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂ അല്ലെ. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു എന്തുണ്ട്? ലോഗ് 5x² + 6 വിത്ത് ബേസ് ചെയ്യല്ലേ. നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കണം അല്ലെ. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? y വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലെ. അപ്പോ ഇതിന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഈ പവർ എടുത്തിട്ട് ഇതൊന്ന് ഈ ലോഗ് ഒന്ന് കളയാം കേട്ടാ. സോ ഈ പവർ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? 5x² + 6 ആണെന്നും അവിടെന്ന് x എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? e⁻y−6 എഴുതാ ബൈ 5 എഴുതാം. അപ്പൊ ഇതല്ലേ നമുക്ക് x ന്റെ വാല്യൂ കിട്ടിയത്? അല്ല, റൂട്ടും കൂടി ഉണ്ട് അല്ലെ. റൂട്ട് വന്ന ഉടനടി മനസ്സിലാക്കണം എന്തെന്നാ? ഡൊമൈൻ ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ റൂട്ടിന്റെ ഉള്ളിലത്തെ വാല്യൂ എന്തായിരിക്കണം? >0 ക്വാണ്ടിറ്റി ആയിരിക്കണം അല്ലെ. 5 ഓൾറെഡി >0 ആണ് അല്ലെ. ഇവിടെ >= 0. അപ്പൊ e⁻y−6ന്റെ വാല്യൂ എന്താവണം? >0 ആയിരിക്കണം. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻y എന്ന് പറയുന്നത് >6 അല്ലേ. ഇനി ലോഗ് എടുക്ക് എന്ന് പറഞ്ഞാൽ y ന്റെ വാല്യൂ > e ആയതുകൊണ്ട് ലോഗ് വിത്ത് ബേസ് ചെയ്യാൻ എടുക്കുക 6. അപ്പൊ y ന്റെ വാല്യൂ എന്തെന്നാണ്? >= log6 ആണ്. അപ്പൊ നമുക്ക് y ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടുന്ന് തൊട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അത് എന്താ? log6 വിത്ത് ബേസ് e തൊട്ട് ഇൻഫിനിറ്റി വരെ. അതില് log e പെട്ടത് കൊണ്ട് ആ സൈഡ് നമ്മൾ എന്ത് കൊടുക്കുന്നു? ക്ലോസ്ഡ് ഇന്റർവൽ കൊടുക്കുന്നു. ഓക്കെ, ആ സൈഡ് നമ്മൾ ക്ലോസ്ഡ് ഇന്റർവൽ കൊടുത്തു, ഈ സൈഡ് നമ്മൾ ഓപ്പൺ കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ചുമ്മാ ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കാനാണ്. അതെങ്ങനെയാ? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ജി ഓഫ് എഫ് ഓഫ് എക്സ്. കറക്റ്റ് അല്ലേ? എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്തെന്നാ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് sin(x²) ആണ്. sin(x²) ആണ്. എന്താ ജി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പരിപാടി? ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇവിടെയും അത് തന്നെ ചെയ്താൽ മതി. 2 × sin(x²). ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ 2 × sin(x²) ഏതാ? ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് n ഓഫ് എ നമുക്ക് തന്നിട്ടുണ്ട് 12 ആണ്. അതേപോലെ n ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ ന്റെ വാല്യൂ നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്?
8 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം അല്ലെ. അതൊന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്താണ് എൻ ഓഫ് അതൊന്ന് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്ത് നോക്കിയേ. എ ഇൻഡസ് ആദ്യം നമുക്ക് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം അല്ലെ. എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്തെന്നാ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അത് കഴിഞ്ഞ് പുറത്ത് എടുക്കുന്ന ഇന്റർസെക്ഷൻ വിത്ത് എ. ഓക്കെ, ഇനി എന്നിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാൻ പോണേ കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഇൻറ്റു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ വരും. പിന്നെ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എയും വന്നു കേട്ടോ. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എം ടി സെറ്റ് അല്ലേ. അപ്പൊ ബാക്കി ആരോളെ എൻ ഓഫ് ബി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ. ഇതെന്താന്ന് ഓർമ്മയുണ്ടോ? അതായത് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇതല്ലേ സാധനം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അർത്ഥം എന്താ? എയിൽ നിന്ന് ബിയിലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യാം. ഒരു തരത്തിൽ ഇങ്ങനെയും പറഞ്ഞൂടെ, എയിൽ നിന്ന് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് ചെയ്യാം. ഇതിന്റെ വാല്യൂ നമുക്ക് അവിടെ 8 തന്നിട്ടുണ്ട് ഓൾറെഡി. എൻ ഓഫ് എയുടെ വാല്യൂ 12 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് പിന്നെ കാൽക്കുലേറ്റ് ചെയ്തൂടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നമുക്ക് 12ന്ന് 8 മൈനസ് ചെയ്ത് എത്രയാന്ന് കിട്ടി? നമുക്ക് 4 കിട്ടി. സോ ഓപ്ഷൻ എ. എന്താ പറഞ്ഞേ? 3 സെറ്റ് എ ബി സി ആർ സച്ച് ദാറ്റ് ബി is the power set of A എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതേപോലെ and C is the power set of B. C is the power set of B. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ C contains 16 elements. സിനകത്ത് 16 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ഡിസ്കഷൻ നടത്തിയതാണ്. അതായത് എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് n ആൾക്കാരാണെങ്കിൽ എന്റെ പവർ സെറ്റിനകത്ത് എത്ര ആൾക്കാർ ഉണ്ടാവും? 2 പവർ n ആൾക്കാരുണ്ടാവും അല്ലെ. ആ ഐഡിയോടെ വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് സിക്കകത്ത് 16 ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ പി ഓഫ് ബിക്കകത്ത് 16 ആൾക്കാർ അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 പവർ 16 എന്ന് പറഞ്ഞാൽ 2 പവർ 4 അല്ലേ. അപ്പൊ പവർ സെറ്റ് ഓഫ് ബിക്കകത്ത് 2 പവർ 4 ആണ്. ആ പവർ എന്ന് പറയുന്നതല്ലേ സെറ്റിലത്തെ എലമെന്റ് ആയി മാറുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ബി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് 4 ആൾക്കാരുണ്ട്. ശരിയല്ലേ? ഇതേ കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ. ബി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് 4 ആൾക്കാർ അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പവർ സെറ്റ് ഓഫ് എക്കകത്ത് 4 ആൾക്കാർ. അതിനെ നമ്മൾ ഇതുപോലെ 2 പവർ ആക്കിയത് 2 പവർ 2 അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ കിടക്കണതല്ലേ എ എന്ന് പറഞ്ഞ സെറ്റിന്റെ എലമെന്റ്. അപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റിൽ ആൾക്കാരുണ്ട് 2 ആൾക്കാർ അല്ലെ. സോ ആൻസർ ഈസ് 2. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കണ്ടുപിടിക്കേണ്ടത് എഫ് ഇൻവേഴ്സ് അല്ലേ. അപ്പൊ എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം y ഈക്വൽ ടു എന്ന് പറഞ്ഞ സംഗതിനെ എഴുതാം കേട്ടോ. അതായത് 5^2x. നമ്മൾ y ഈക്വൽ ടു എഴുതിയില്ലേ, എന്നിട്ട് അവിടുന്ന് x കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ പരിപാടി. 5^2x മൈനസ് 1 ഡിവൈഡഡ് ബൈ 5^2x പ്ലസ് 1 അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ ആദ്യം അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ y ഇൻറ്റു 5^2x പ്ലസ് 1 ഈക്വൽ ടു 5^2x മൈനസ് 1. ഇവിടെ നിന്ന് y ഉള്ള ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് y ഉള്ള ടേമിനെ മാത്രം, അതായത് 5^2x ഉള്ള ടേമിനെ മാത്രം ഒന്ന് സെപ്പറേറ്റ് എടുക്കാം കേട്ടോ. അപ്പൊ അത് പറയുമ്പോ എന്താ? 5^2x y പ്ലസ് y ഈക്വൽ ടു 5^2x മൈനസ് 1 അല്ലേ. അതിനകത്ത് ആ രണ്ട് ടേമും, അതായത് 5^2x ടേം ഒന്ന് അടുപ്പിച്ച് എഴുതാം കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5^2x ഇൻറ്റു 1 മൈനസ് y എന്നും അതേപോലെ ഈക്വൽ ടു 1 പ്ലസ് y എന്നും കിട്ടി നമുക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5^2x എന്ന് പറയുന്നത് എന്തെന്നാ? അപ്പൊ 1 പ്ലസ് y ഡിവൈഡഡ് ബൈ 1 മൈനസ് y. അവിടെ നിന്ന് x കണ്ടുപിടിക്കാം കേട്ടോ. അതിന് ലോഗ് എടുക്കാം നമുക്ക്. ലോഗ് എടുത്ത് കഴിയുമ്പോൾ ഇവിടെ 2x ആവും. അപ്പുറത്തോ ലോഗ് വിത്ത് ബേസ് 5 ഉണ്ട്. ദെൻ 1 പ്ലസ് y ഡിവൈഡഡ് ബൈ 1 മൈനസ് y. ഓക്കെ അല്ലേ. അവിടെ നിന്ന് x എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? 1/2 ഇൻറ്റു ലോഗ് വിത്ത് ബേസ് 5 1 പ്ലസ് y ഡിവൈഡഡ് ബൈ 1 മൈനസ് y. ഓക്കെ അല്ലേ. ഇതാണ് നമ്മുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇത്ര ഉള്ള പരിപാടി. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1/2 ലോഗ് ബേസ് 5 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. ഇതാണ് നമ്മുടെ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇത്ര ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്.
ഓക്കെ, ഇനി നമുക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് 1/2 അല്ലേ, അപ്പൊ എക്സിന് പകരം 1/2 ഇട്ട് കൊടുക്കാം. എഫ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറയുമ്പോ എന്താ 1/2 ലോഗ് വിത്ത് ബേസ് 5. 1 പ്ലസ് എക്സ് എന്ന് പറയുമ്പോ 1 പ്ലസ് 1/2 എന്ന് പറയുമ്പോ 3/2 വരും. 1 മൈനസ് 1/2 എന്ന് പറയുമ്പോ 1/2 വരും. അപ്പൊ 1/2 ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി ആരുള്ള 1/2 ലോഗ് 5 ബേസ് 5ഉം പിന്നെ 3ഉം അല്ലേ, പക്ഷെ ഇങ്ങനെ ഒരു ആൻസർ ഓപ്ഷൻ ഇല്ലല്ലോ. പക്ഷെ നമുക്ക് ഈ 1/2നെ 3ന്റെ പവർ ആക്കാലോ. 3ന്റെ പവർ ആകുമ്പോ അതെന്തായി ലോഗ് വിത്ത് ബേസ് റൂട്ട് 3 ആവും അല്ലെ. കാരണം എന്തെന്നാ 1/2 പവർ ആകുമ്പോ എന്താ അത് റൂട്ട് ആയില്ലേ. ഇനി ഇതെങ്ങനെയാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലോഗ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ലോഗ് എക്സ് ആണ്. അപ്പൊ എൻ ലോഗ് എക്സ് ആയിട്ടാണ് ഇവിടെ കിടക്കണത്. വേറെ എൻ ഈക്വൽ ടു 1/2 അത് നമ്മൾ പവർ ആക്കി എടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഓപ്ഷൻ ഡി അല്ലേ ആൻസർ ആയിട്ട് കിട്ടിയേക്കണേ. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റിയൽ നമ്പറിലാണ് ഫംഗ്ഷൻ കൊടുത്തേക്കണേ 4x + 6 ഡിവൈഡഡ് ബൈ 9. ഒരു കാര്യമുണ്ട്, വൺ വേർഡ് ആയിട്ട് ഇത് പറയാവുന്ന കേസേ ഉള്ളൂ. ദ ഗിവൺ ഫംഗ്ഷൻ ഇസ് ബൈജക്ഷൻ, അതായത് റിയൽ നമ്പറിലേക്ക് ഒരു ഫംഗ്ഷൻ, അതും ലീനിയർ ആണെങ്കിൽ, ദാറ്റ് ഈസ് എക്സിന്റെ പവർ 1 ആണെങ്കിൽ ഉടനടി പറയാൻ പറ്റും നമുക്ക് ഇത് എന്താണ് ബൈജക്ഷൻ ആണ്. റൂട്ട് വരുമ്പോ മാത്രമാണ് റിയൽ നമ്പറിന്റെ ഒരു കംപ്ലൈന്റ് ഉള്ളൂ. കാരണം എന്താ, റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് റിയൽ നമ്പർ ആവില്ല അല്ലെ. ബാക്കി എന്ത് കേസ് വന്നാലും റിയൽ നമ്പറിന് അതൊരു ബൈജക്ഷൻ ആണ്. അങ്ങനെ നിങ്ങൾക്ക് ബൈജക്ഷൻ ഡയറക്റ്റ് എഴുതാം. ഇനി അതല്ല എങ്കിൽ നമുക്ക് അതിന്റെ 1 കൊടുത്ത് എങ്ങനെയാ f(x1) ഡയറക്റ്റ് സാധാ പോലെ f(x1) equal to f(x2) implies x1 equal to x2 അല്ലേ വേണ്ടേ. എന്നാണ് 4x1 plus 6 divided by 9 equal to 4x1 plus 6 divided by 9. 9 6 ഒക്കെ ക്യാൻസൽ ആയി പോയി, നമുക്ക് x1 equal to x2 എന്ന് കിട്ടും. ഇതേപോലെ നമ്മൾ f(x) equal to y എന്ന് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ 4x plus 6 by 9 equal to y എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4x equal to 9y minus 6 എന്നും അവിടെ നിന്ന് x equal to 9y minus 6/4. നോക്കിയേ, ഈ ഡിവിഷന്റെ കേസ് ഒന്നും റിയൽ നമ്പറിൽ യാതൊരു വിധ കുഴപ്പങ്ങളും നമുക്ക് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ 1 കൊണ്ടാണ് ഡയറക്റ്റ് പറയുന്നത് കേട്ടോ. പക്ഷെ പവർ 4x² ആയിരുന്നു എന്ന് വിചാരിക്കുക എങ്കിൽ അത് കംപ്ലൈന്റ് ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അതിന് എന്താന്ന് പറയാൻ പറ്റില്ല. 1 ആണെന്നോ മോട്ടോ ആണെന്നോ നമുക്കത് ചെക്ക് ചെയ്യാണ്ട് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ അല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റിയൽ നമ്പറിൽ -1ന്റെ സ്ക്വയർ എടുത്താലും 1ന്റെ സ്ക്വയർ എടുത്താലും സെയിം അല്ലേ കിട്ടാൻ പോണേ. അപ്പൊ അതിന് ബുദ്ധിമുട്ടായിട്ട് വരും, 1 ആവാനായിട്ട് ചാൻസ് വരില്ല. ഓക്കെ, ഇനി അടുത്തത് 22ാമത്തെയാണ്. f(x) equal to 4x² g(x) equal to sin x. f കോമ്പോസിഷൻ g of 5/2. അപ്പൊ ആദ്യം ഒന്ന് f കോമ്പോസിഷൻ g of x കാൽക്കുലേറ്റ് ചെയ്യട്ടെ. f of g of x എന്തെന്നാ sin x ആണ് അല്ലെ. sin x കൊടുത്തു. എഫിന്റെ പരിപാടി എന്താ, എക്സ് ആണെങ്കിൽ x² into 4 അല്ലെ. ഇവിടെ എന്താ കൊടുക്കണം sin x. സോ sin x-ന്റെ സ്ക്വയറും എന്നിട്ട് into 4 അല്ലെ. എന്നിട്ട് വേണം 5/2 ഇട്ട് കൊടുക്കാൻ. എന്നാണ് എഫ് കോമ്പോസിഷൻ g of 5/2 എന്ന് പറയുമ്പോൾ 4 into sin 0 0 അല്ലെ. sin 90 അപ്പൊ എത്രയാ 1 അല്ലെ. 1ന്റെ സ്ക്വയർ. ഇത് എത്ര ആൻസർ 4 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ സോ ദിസ് ആൻസർ ഈസ് 4. നോക്കാം, നമ്മൾ ഒരു 22 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഇവിടെ ആൻസർ ചെയ്തിരിക്കുന്നത്. ഞാൻ എന്റെ കമന്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യും. നിങ്ങൾ അത് ആൻസർ ചെയ്ത് നോക്കി എനിക്ക് അതിന്റെ ആൻസർ കമന്റ് ചെയ്യണേ. അപ്പോ ഇന്നത്തെ ഈ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇക്വേഷന്റെ ചാപ്റ്റർ, അതായത് നമ്മൾ ഇക്വേഷന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത് നന്നായിട്ട് നോക്കി ഇക്വേഷൻസ് പഠിക്കാട്ടോ. ഈസി ആയിട്ടുള്ള ചാപ്റ്റർ പരമാവധി എല്ലാം പഠിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പോയാലും നല്ലൊരു ഹൈ സ്കോർ ഇതിൽ നിന്ന് നേടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു.